You shall not have any other gods before me. ഞാനാണ് മിസ്രൈമിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കുണ്ടാകരുത്. ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മോശ ഇത് പറയുന്നത്. നമ്മുടെ ദൈവമോ, നമ്മുടെ കർത്താവായ ദൈവം, ദേവാദിദൈവം, കർത്താദി കർത്താവ്, ഇന്നുള്ള പരിചയങ്ങളും അനുഭവങ്ങളും മോശ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്നത്. That's the introduction that he gives. I told you when we started this passage, there's a second context that I learned as I was studying this passage. The second context is, oftentimes you see in the ancient world, in older times, that people or systems were given a position of God. ചിലപ്പോൾ ജനങ്ങളെ അല്ലെങ്കിൽ രാജാക്കന്മാരെ, ഫറവോന്മാരെ, ചക്രവർത്തികൾ, ഇവർക്കെല്ലാം ഒരു ദൈവത്തിൻ്റെ സ്ഥാനം കൊടുക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ചരിത്രത്തിലും കാണുവാൻ സാധിക്കും, നമുക്ക് തിരുവചനത്തിലും കാണുവാൻ സാധിക്കും. We can see that in the Bible and we can see that in history, that ancient world would often look upon people as divine or even semi-divine. In that instance, where the people of God are living in that sort of an environment, Moses gives this introduction in the second context as well. ആ ഒരു പശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ, ആ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ, നമ്മുടെ ദൈവമാണ് ദേവാദി ദൈവമെന്ന് ഇസ്രായേൽ മക്കൾ അറിയേണ്ടതിന് ഒരു രണ്ടാമത്തെ അനുഭവത്തിൽ കൂടിയാണ് മോശ അവിടെ സംസാരിക്കുന്നത്. We'll look at some examples from a biblical standpoint. When God told Moses, I have chosen you to go to Egypt, to deliver the people of Israel from Egypt, അവിടെ ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ ഫറവോൻ ചോദിച്ചു, right? When he went one time, Pharaoh asked, who is this Lord God that I should obey his voice to let Israel go? I don't know this Lord, nor will I let him go. ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ. So that's the question that Pharaoh is asking of Moses. Because Moses had told Pharaoh, I am the God I am who sent me. And he has said, let my people go. They have to come and host a feast in the wilderness because of me, of my name's sake. മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ, ഉടനെ ഫറവോന്റെ ചോദ്യം, ഈ ദൈവം ആരാ? ഈ യഹോവ ആരാ? ഞാൻ ഈ യഹോവയെ അറിയുകയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് ഫറവോൻ പറഞ്ഞു. So Pharaoh is saying, okay, you speak of this God. I don't know who your God is. I don't know Jehovah God. I don't have to listen to who your God is or obey to what he says. So people of Israel know in this context or living in this situation, ഇസ്രായേൽ മക്കൾ താമസിക്കുന്നതും ഈ പശ്ചാത്തലത്തില്ല. യഹോവയെ അറിയാത്ത, യഹോവയെ അനുസരിക്കാൻ മനസ്സില്ലാത്ത ഒരു റൂളറിൻ്റെ, ഒരു രാജാവിൻ്റെ, ഒരു മേലധികാരിയുടെ കീഴാണ് നമ്മുടെ ദൈവമക്കൾ താമസിക്കുന്നത്. അവിടെ മോശ പറയുവാണ്, people of God, people of Israel, I want you to know one thing. Your God is the God of gods. ഫറവോൻ അറിയത്തില്ലെങ്കിലും ഉണ്ടല്ലോ, നിങ്ങളുടെ ദൈവം ദേവാദി ദൈവം. ഫറവോൻ അനുസരിക്കാൻ മനസ്സില്ലെങ്കിലും നിങ്ങളുടെ ദൈവം കർത്താദി കർത്താവ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫറവോൻ ഇത് മനസ്സിലായില്ലെങ്കിലും നമ്മുടെ ദൈവമാണ് രാജാദി രാജാവ്. ഈ അനുഭവങ്ങളും ഈ അവസ്ഥകളും അവരെ അറിയിക്കുവാൻ, to show this reality to the people of Israel, Moses is saying, our God is the God of gods. So you see in that context, Pharaoh is saying, I can question this God because I don't know him. എനിക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ സാധിക്കും, കാരണം എനിക്ക് അറിയത്തില്ല എന്നാണ് ഫറവോന്റെ മനോഭാവം. പക്ഷെ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് മോശ പറയുന്നു, അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം, നമ്മുടെ ദൈവമാണ് ദേവാദി ദൈവം. Doesn't matter who believes, who doesn't believe. It doesn't matter who knows, who doesn't know. Our God is the God of gods. പിന്നെ നമ്മൾ കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ ചില വ്യക്തികളെ ആൾക്കാർ ദൈവമായി ഉയർത്തുന്നത്.
Right? Some people exalt other people as gods, and in the scriptures also we see. In the time of King Nebuchadnezzar, Shadrach, Meshach, and Abednego, and Daniel, all of them living in Babylon during that time, there was a situation in which the kings of Babylon were looked upon as gods. Oftentimes, people in the city, people in the surroundings, always worshipped or gave reverence to the people who were ordained as kings or as appointed as kings. നെബൂഖദ്നേസറിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാണ്ടല്ലോ, അവൻ തന്നെത്താൻ ഒരു ദൈവമെന്ന് കണക്കിട്ട് പലപ്പോഴും ആരാധന അവകാശപ്പെടുമായിരുന്നു, അല്ലെങ്കിൽ ഭയം, ബഹുമാനം, ആദരവ് അവകാശപ്പെടുമായിരുന്നു. ലൈക്ക് എ ഗാഡ് വുഡ് ഡിമാൻഡ് വർഷിപ്പ്. അതുകൊണ്ടാണ് നെബൂഖദ്നേസർ ഒരു വലിയ സ്വർണ്ണ ബിംബത്തെ ഉണ്ടാക്കി വെച്ചിട്ട് പറഞ്ഞത്, എല്ലാവരും ഞാൻ ഉണ്ടാക്കിയ ദൈവത്തെ നമസ്കരിക്കണം. That's why King Nebuchadnezzar erected that golden statue, the idol, and said, everyone in this city, in this country, under my rule, must worship. In other words, he is saying, I am God, I have made a God, and I want you to worship. നമ്മൾ ബൈബിളിൽ കാണുന്നു, ദൈവത്തിന്റെ സ്ഥാനം മാറ്റി മറ്റുള്ള വ്യക്തികൾക്കോ വസ്തുതകൾക്കോ ആ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുന്ന ഒരു അനുഭവം നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. Right? Our thought is, my God, our God is the God of all gods. അവിടെ നെബൂഖദ്നേസർ പറഞ്ഞു, എല്ലാവരും ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ദൈവത്തെ നമസ്കരിക്കണം. എല്ലാവരും കവിണ് വീണ നമസ്കരിക്കുന്നു അല്ലേ? അത് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കാണ്? 3 പേരെ നിൽക്കുന്നുള്ളൂ. Right? Only 3 people are standing. Everybody else is prostrated before this idol. പക്ഷെ ഏറ്റവും അവസാനം വന്നപ്പോൾ ഒരു ദൈവത്തിന്റെ സ്ഥാനം നിർമ്മിക്കപ്പെട്ട ഒരു വസ്തുവിന് കൊടുത്തതിന് ശേഷം ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നെബൂഖദ്നേസറിനെ കുറിച്ച് സമയം എടുത്തെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞപ്പോൾ നെബൂഖദ്നേസറിന്റെ സാക്ഷ്യം മാറി. When the truth was recognized, even though it took a little bit, പക്ഷെ 3 പേര് നട്ടലോടെ നിന്നുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചത് കേട്ടോ. നമ്മുടെ ദൈവം ആരാണ് നമുക്കറിയാമെങ്കിൽ വേറെ ആരൊക്കെ നമ്മളോട് കവിണ്ട് വിടാൻ പറഞ്ഞാലും പറയണം, രക്ഷയില്ല, എനിക്കറിയാം എൻ്റെ ദൈവത്തെ. നിങ്ങൾ എത്ര നല്ല മനോഹരമായ ദൈവത്തെ ഉണ്ടാക്കിയാലും എൻ്റെ ദൈവമാണ് ദേവാദി ദൈവം, എൻ്റെ ദൈവമാണ് കർത്താദി കർത്താവ്, എൻ്റെ ദൈവമാണ് വല്ലഭനായ ദൈവം, ഭയങ്കരനായ ദൈവം. My God is the God of gods, the Lord of lords, the great gods, awesome, mighty God. There is no one like him. So when Shadrach, Meshach, and Abednego said, we are not worshiping any other God because we know who our God is, ആ ഉറപ്പോടെ നിന്നപ്പോൾ നെബൂഖദ്നേസർ പറഞ്ഞു, when those 3 young men stood with that confidence, the same person who made a God has a new word, his word. അപ്പോൾ നെബൂഖദ്നേസർ കൽപ്പിച്ചത്, ശദ്രക്കിന്റെയും മേശക്കിന്റെയും അബേദ്നെഗോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ. നമുക്ക് ചോദിക്കാം, നെബൂഖദ്നേസറിനെ നീ ഉണ്ടാക്കി വെച്ച ദൈവത്തിന് വാഴ്ത്തപ്പെടണ്ടായോ? You made a God. You used all the precious metals to erect this God, and you commanded the people in your kingdom to worship him. And now you're changing your story. And now you're saying the God of Shadrach, Meshach, and Abednego, he is to be blessed. Sakshimari, right? Who sent his angels and delivered his servants, who trusted in him and has set aside the king's commandment, yielded up their bodies rather than serve and worship any other God except their own God. ഇവരെ പറ്റി ഒരു രാജാവ് സാക്ഷ്യം പറയുക, തങ്കിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരൊറ്റ ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കവണ്ണം രാജകൽപ്പന മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദാസന്മാരെ അവൻ സ്വന്തം ദൂതനെ അയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. നെബൂഖദ്നേസർ പറയുന്നതിൻ്റെ മർമ്മം അറിയാമോ? ഞാനൊരു ദൈവത്തെ ഉണ്ടാക്കി വെച്ചു, ഞാൻ എന്നെ തന്നെ ഒരു ദൈവമായി കണക്കിട്ടു, പക്ഷേ ഞങ്ങളെല്ലാം നോക്കിയിട്ടും അതിനെല്ലാം അധികമായി അപ്പുറത്തായി വിപരീതമായി ഇവരെ വിടുവിക്കുവാൻ സഹായിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവമാണ് ദേവാദി ദൈവം.
That's what we must understand when we serve our God. That our God is the God of all gods. Even Nebuchadnezzar had to recognize that when these three young men stood straight, not worship any other God. I'll give you one more instance in the New Testament. King Herod of Agrippa. ഹെരോദാവ് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ കൂടെയുള്ള ജനമെല്ലാം അങ്ങ് വലിയൊരു സന്തോഷത്തില ഉത്സവമാക്കി മാറ്റി. എന്നിട്ട് എന്താ പറഞ്ഞത്? ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഇതൊരു ദേവന്റെ ശബ്ദം മാത്രമേ. There you see people ascribing the value and the worship of God to a person who is simply a king in that moment. So the people shouted and said, this is not the voice of a man, this is the voice of God. നമ്മുടെ ദൈവം പറയുന്നുണ്ട്, എൻ്റെ മഹിമ ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കുകയില്ല. കാരണം എന്നറിയാമോ? നമ്മുടെ ദൈവം ആ ദേവാദി ദൈവം. Right? He does not put his glory or give his glory to somebody else. ഇത്രയും ജനം അവിടെ നിന്നുകൊണ്ട് ഈ ഹെരോദിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതൊരു മനുഷ്യ ശബ്ദമല്ല, ഇതൊരു ദൈവത്തിന്റെ ശബ്ദം. This is not the voice of a man, this is the voice of God. ഈ ദൈവത്തിന് എന്തോ പറ്റി? This is when you know our God has a sense of humor. ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ദൈവത്തിന് തമാശയൊക്കെ നല്ല ഇഷ്ടമാണെന്ന്. ഇവിടെ ജനം നിന്നുകൊണ്ട് പറയുന്നു, ഇതൊരു മനുഷ്യ ശബ്ദമല്ല, ഒരു ദൈവശബ്ദം. ഈ ദൈവശബ്ദം കേട്ട് ആൾക്കാർക്ക് പോലും മനസ്സിലാകാത്ത രീതിയിലാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. അവിടെ എന്ത് സംഭവിച്ചു? ഈ ദൈവത്തിന്റെ ശബ്ദം പുറപ്പെടുവിക്കുന്ന പറഞ്ഞ ഈ മനുഷ്യന്റെ മുൻപാകെ ദൈവത്തിന്റെ ഒരു ദൂതനെ അയച്ചു. ദൂതൻ എന്തോ ചെയ്യുന്നറിയാമോ? അവനെ ഒരൊറ്റ അടി. Right? The angel of the Lord came, struck him because he did not give glory unto God. And then what happened? He was eaten by worms. ക്രിമിക്കിരയായി. എനിക്കത് ചിന്തിച്ചിട്ട് ഇതിന് മനസ്സിലാകുന്നില്ല, എങ്ങനെയാ ഒരു സിംഹാസനത്തിൽ ഇരുന്ന് സംസാരിക്കുന്ന മനുഷ്യൻ ഒരടിക്ക് ക്രിമിക്കിരയായെന്ന്. In one strike, this king that is sitting on a throne becomes food for worms. Our God is a great God. നമ്മുടെ ദൈവത്തെ പോലെ വേറെ ദൈവമില്ല. എത്ര സിംഹാസനം ഒരുക്കി വെച്ചാലും, എത്ര ജനം നമ്മളെ ആഘോഷിച്ചാലും, നമ്മുടെ മുൻപാകെ നൃത്തം ചെയ്താലും, ശബ്ദം ഒരുക്കിയാലും, ഇതൊക്കെ ചെയ്താലും നമ്മുടെ ദൈവത്തിന്റെ മഹത്വം വേറൊരൊറ്റ വ്യക്തിക്ക് നമ്മൾ കൊടുക്കല്ല, നമ്മളും എടുക്കല്ല. Right? We should not receive the glory of God for ourselves, nor should we give the glory of God to someone else, because the glory of God belongs to him and him alone. And Moses is telling the Israelites, you shall not ascribe unto people what should be given unto God. Our God is the God of all gods. So in Deuteronomy chapter 10, in the verse that we read, what should our response be if we know this great God is a great God? ഈ ദൈവം ദേവാദി ദൈവമാണെങ്കിൽ, ഒരു കർത്താദി കർത്താവാണെങ്കിൽ എന്തായിരിക്കണം നമ്മുടെ പ്രതികരണം? What should we do? Look at verse 12. 12ാം വാക്യം നമുക്ക് വായിക്കാം. Same chapter. അടുത്ത വാക്യം വായിച്ചു. Yes, Deuteronomy chapter 10, verse 12, 13, and 14. 12 says, and now Israel, what does the Lord your God require of you? നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നമ്മുടെ ദൈവം ദേവാദി ദൈവം. ദൈവത്തിൻ്റെ നാമം എന്ന അതിൻ്റെ കീർത്തി ആർക്കും നശിപ്പിച്ച് കളയാനോ അഴുക്കാക്കി കളയാനോ സമ്മതിക്കാത്തൊരു ദൈവം. ആ ദൈവം എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ആ കീർത്തി അതിൻ്റെ പരമാർത്ഥതയിൽ സൂക്ഷിക്കുവാൻ നമുക്ക് എങ്ങനെ സാധിക്കും? How can we preserve the reputation of the Lord through our actions and through words? The first thing that Moses tells the Israelites, what does the Lord God require of you? നിങ്ങളുടെ ദൈവം നിങ്ങളിൽ നിന്ന് എന്താണ് ചോദിക്കുന്നത്? മറുപടി, to fear the Lord your God. നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെടണം.
മനസ്സിലായോ? ഇപ്പം നമ്മളൊരു വാൾമാർട്ടിൽ ചെല്ലുമ്പോൾ ഒരു പോലീസുകാരോട് നിൽക്കുവാണെങ്കിൽ നമുക്ക് പേടിയൊന്നുമില്ല. പക്ഷെ നമ്മൾ ഹൈവേ അങ്ങോട്ട് ഓടിച്ചു പോകുമ്പോൾ സ്പീഡ് ലിമിറ്റ് 10 മൈൽ കൂടിയാൽ പുറയിൽ ആ പോലീസുകാരനെ കാണുമ്പോൾ നമ്മുടെ ഭയം മാറുമോ? When the police officer comes behind us, we get a little bit afraid. But if you see him in any other place, we have no fear. ഇവിടുത്തെയൊക്കെ ഭയമുണ്ടല്ലോ നമ്മൾ അവസ്ഥ അനുസരിച്ചാ. Right? Our fear here is based on situations. റിപ്പോർട്ട് കാർഡിൽ എൻ്റെ കുറിച്ചിലെ പറയുകയാണെങ്കിൽ റിപ്പോർട്ട് കാർഡിലെല്ലാം 90 above ആണെങ്കിൽ വീട്ടിൽ വരുമ്പോൾ കുഴപ്പമില്ല. 90 കുറഞ്ഞാലോ വീട്ടിൽ വരുമ്പോൾ കുറച്ച് ഭയമുണ്ട്. അവസ്ഥ അനുസരിച്ചാണ് നമ്മുടെ ഇവിടുത്തെ ഭയമൊക്കെ മാറുന്നത്. പക്ഷെ നമ്മുടെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോണ്ടല്ലോ അവസ്ഥ അനുസരിച്ചല്ല. ദൈവം ദേവാദി ദൈവമാണ്. ആ ദൈവം പറയുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്ന ഒരൊറ്റ വിഷയമുണ്ട്, നീ എന്നെ ഭയപ്പെടണം. Fear the Lord your God. എങ്ങനെയാണ് ഭയം ഉണ്ടാകുന്നത് അറിയാമോ? പേടിയല്ല. How do we generate this fear of God within us? One, when we recognize that God is holy, that should trigger fear in us. നമ്മുടെ ദൈവം പരിശുദ്ധനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ് ദൈവഭയം. Look at the life of Isaiah. When Isaiah saw the Lord sitting on his throne, high and exalted, ദൈവം സ്വർഗസിംഹാസനത്തിൽ ഉയർന്നവനും പൊങ്ങിനമായിരുന്നു കണ്ടപ്പോൾ യെശയ്യാവിനുണ്ടായ അനുഭവം എന്തറിയാമോ? What happened to Isaiah when he saw the Lord high and exalted on the throne in heavens? ഒന്ന് നിർത്തിക്കേ മോണിയാണ്ടി. ദൈവത്തെ കണ്ടപ്പോൾ ആദ്യമുണ്ടായ യെശയ്യാവിൻ്റെ മറുപടി, അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തെ കാണുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാകേണ്ടത്? ഒരു മഹാപദവിയല്ലേ ദൈവത്തെ കാണുവാന്ന് പറയുന്നത്? Isn't it a great privilege to say, I have seen God sitting on the throne? But Isaiah's response is, not that I have seen this great God and I'm all of a sudden very happy. The first response that Isaiah has is, woe unto me. എനിക്ക് അയ്യോ കഷ്ടം. എന്തായിരിക്കും യെശയ്യാവിനെ പറയാൻ സാധിച്ചത്? Why would Isaiah have said, woe unto me, when he sees this holy God? കാരണം യെശയ്യാവിന് മനസ്സിലായി, ഈ പരിശുദ്ധ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കാനോ ഈ ദൈവത്തെ കാണുവാനോ ഈ സാന്നിധ്യം അനുഭവിക്കുവാനോ എനിക്കൊരു യോഗ്യതയുമില്ല. എനിക്ക് അയ്യോ കഷ്ടം. ഇത്രയും പവിത്രനായ പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുവാൻ ആർക്കും സാധിക്കത്തില്ല, എനിക്കും ഒക്കത്തില്ല. പക്ഷേ എനിക്കൊരു അനുഭവം ഉണ്ടായി. അതിൻ്റെ മുൻപാകെ ഞാൻ എൻ്റെ അഴുക്ക് കാണുന്നു. I see my sin as I stand before the holy God. I am not qualified. I am not worthy. I don't have any of the merits that gives me the opportunity to stand before a holy God. So Isaiah is not happy in the sense of not seeing the God, but he is wondering, how is it possible that I can stand before a great God? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിൽ വരുമ്പോൾ നമുക്കൊരു യോഗ്യതയുമില്ലാതിരുന്നപ്പോൾ നമുക്ക് വാതിലുകൾ തുറന്നു തന്ന് സ്വർഗസിംഹാസനത്തിലേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് അവകാശം തന്ന ദൈവത്തെയാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ നമുക്കൊരൊറ്റ യോഗ്യതയുമില്ല. We have no other qualifications except the fact that the grace of God has opened the doors for us to come before his heavenly throne. രണ്ടാമതായി യെശയ്യാ പറയുന്നു, വായിച്ചു മോളിയണ്ടി. രണ്ടാമതായി അറിയേണ്ട വിഷയം, നമ്മൾ ദൈവത്തെ കാണേണ്ടതുപോലെ കാണുമ്പോൾ നമ്മളുണ്ടാകുന്ന രണ്ടാമത്തെ വസ്തുത എന്ന് അറിയാമോ? നമ്മുടെ തന്നെ കുറവുകൾ നമ്മൾ കാണും. When we see the Lord God high and exalted, the next reality is you see your own faults. നമ്മുടെ തന്നെ തെറ്റുകൾ നമ്മൾ കാണും. യെശയ്യാ പറയുന്നു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ
ഉള്ള മനുഷ്യൻ. യെശയ്യാവിന്റെ സാക്ഷ്യം പറയുക, ഞാൻ ദൈവത്തെ കണ്ടു. ദൈവത്തെ കണ്ടപ്പോൾ മറ്റുള്ളവരുടെ തെറ്റുകളല്ല ദൈവം എന്നെ ചൂണ്ടിക്കാണിച്ചത്. ആ ദൈവത്തിന് മുൻപാകെ എൻ്റെ കുറവുകൾ ഞാൻ തന്നെ കണ്ടു. എനിക്ക് മനസ്സിലായി എൻ്റെ നാവ്, എൻ്റെ ആദരം ഇനിയും കുറച്ചും കൂടി ശരിയാകാനുണ്ട്. My lips, my tongue has to be cleansed a bit more. It has to be purified a bit more. So Isaiah sees his own faults as he sees the Lord God. But in churches and in Christianity, often what we see is we see people pointing fingers and pointing out somebody else's fault. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ദൈവസന്നിധിയിൽ ദൈവത്തെ കാണേണ്ട പോലെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആദ്യത്തെ അനുഭവം നമ്മുടെ കുറവുകൾ നമ്മൾ തന്നെ മനസ്സിലാക്കും. We see our own faults. We see our own mistakes. അത് മനസ്സിലാക്കാതെ നമ്മൾ ആരെയൊക്കെ നന്നാക്കാൻ പോയാലും അതിന് പ്രയോജനമില്ല. ദൈവത്തെ കണ്ടിട്ട് എനിക്ക് മാറ്റം ഉണ്ടായില്ല എങ്കിൽ, ദൈവത്തെ കണ്ടിട്ട് എന്നിൽ നിന്ന് മാറേണ്ട വിഷയങ്ങൾ മാറിയില്ല എങ്കിൽ, right? And the Wednesday Bible study we talked about that as well. Bitterness, anger, selfishness, gossip, these things that are in us that hasn't changed, but you claim to know God, you claim to have seen God high and exalted. That's what needs to happen. We should recognize our own faults and we should say, Lord, cleanse me from that. When prophet Nathan came to David, you are the one who sinned. ദാവീദ്, നീയാണ് പാപം ചെയ്തത്. ദാവീദ് എന്നെ ന്യായീകരിക്കാൻ പോയില്ല. ദാവീദ് പറഞ്ഞില്ല ഞാൻ രാജാവാണ് പ്രവാചക, ഒന്നും പറയാൻ പോയില്ല. ദാവീദിന്റെ ഒരു പ്രാർത്ഥന, കർത്താവേ നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം. ദാവീദിന് മനസ്സിലായി, എൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധി, അഴുക്ക്, പാപമാണ് എന്നെ പാപത്തിലേക്ക് നയിച്ചത്. ഞാൻ ഈ പ്രവാചകനെ കുറ്റം പറയുന്ന പകരം, മറ്റുള്ളവരെ കുറ്റം പറയുന്ന പകരം, കർത്താവേ എനിക്കൊരു പ്രാർത്ഥനയുണ്ട്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവമക്കളെ, യഥാർത്ഥമായി മാനസാന്തരത്തിൻ്റെ ഒരു അനുഭവം എന്താണെന്നറിയാമോ? തെളിവ് എന്താണെന്നറിയാമോ? നമ്മുടെ കുറവുകളെ നമ്മൾ തന്നെ കാണും, നമ്മുടെ കുറവുകളെ നമ്മൾ തന്നെ ഏറ്റുപറയും. അതല്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്തിട്ട് അതുപോലെ തന്നെ ചെയ്യുന്ന വ്യക്തികളെ അകത്ത് നിൽക്കുകയും അവരെ കുറിച്ച് പറയുകയും ചെയ്യുന്ന അല്ല മാനസാന്തരം. അതിനപ്പുറമായി, ദൈവമേ എന്നിലുള്ള കുറവ് ഞാൻ കാണുന്നു. 130 സങ്കീർത്തനം പറയുന്നു, യഹോവേ നീ അകൃത്യം കണക്കിട്ടാൽ ആർ നിൽക്കും? Lord, if you shall mark iniquity, who shall stand? നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാക്കണമെങ്കിൽ ഒരൊറ്റ വാക്യം മതി, ദൈവമേ അങ്ങ് അകൃത്യം കണക്കിട്ടാൽ ആര് നിൽക്കും? If you were to mark iniquity, who shall stand? You know, I connected this with the Wednesday Bible study. The Wednesday Bible study, the pastor emphasized, ഒരു പക്ഷെ നമ്മൾ ചിന്തിച്ചേക്കാം, ഇന്നിപ്പം ചെയ്യുന്ന ഒരു പാപത്തിന് നമുക്ക് ഇന്ന് ദൈവം ശിക്ഷിച്ചില്ലായിരിക്കാം എന്നും പറഞ്ഞ് ദൈവം അത് അംഗീകരിച്ച് നമ്മൾ ചിന്തിക്കല്ലേ കേട്ടോ. ഇന്ന് നമ്മുടെ ചില സ്വഭാവങ്ങൾ പറയാം, ഓ ഇത് ഈ സ്വഭാവം എനിക്കുണ്ട്, ഒരു കുറേ വർഷമായി ദൈവം എനിക്ക് ഒന്നും എന്നും പറഞ്ഞ് ദൈവം അത് അനുകൂലിച്ചെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ ഇപ്പോൾ വിതയ്ക്കുന്നത് ഇപ്പോഴല്ല കൊയ്യുന്നത്, ഒരു സമയം വരും കൊയ്യാൻ. Whatever we sow now, you may not reap today, but there will come a time in which you'll reap that. So Moses hears in Deuteronomy says, fear the Lord. ഒന്നാമതായി നമുക്ക് ഭയം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അതിന്റെ തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടായിരിക്കണം. So Isaiah says, woe unto me, my lips are unclean. അത് പറയാൻ കാരണമുണ്ട്. കാരണം അതിന് മുമ്പത്തെ 5 അധ്യായങ്ങൾ യെശയ്യാവ് എന്താ പറയുന്നറിയാമോ? മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇസ്രായേൽ മക്കളുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും കുറ്റം പറഞ്ഞ യെശയ്യാവ് 6-ാം അധ്യായത്തിൽ ദൈവത്തെ കണ്ടപ്പോൾ പറഞ്ഞു, എൻ്റെ ദൈവമേ എനിക്ക് അങ്ങയുടെ മുമ്പാകെ നിൽക്കാൻ എനിക്കൊരു നാണമുണ്ട്, ലജ്ജയുണ്ട്, എനിക്ക് കഷ്ടം തോന്നുന്നു. കാരണം എനിക്ക് ഇപ്പോൾ മനസ്സിലായി അവരുടെ കുറ്റമല്ല പ്രാധാന്യം അർഹിക്കുന്നത്, എൻ്റെ ആദരമാണ് പ്രാധാന്യം അർഹിക്കുന്നത്. Second way the fear comes is knowing or seeing the beauty of the Lord.
നമ്മുടെ കർത്താവിൻ്റെ മനോഹരത്വം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതികരണമാണ് ദൈവഭയം. Right? When we see the beauty of the Lord, that should trigger within us the fear of God. നമ്മുടെയൊക്കെ സൗന്ദര്യവും അവസ്ഥ അനുസരിച്ചല്ലയോ? ഇന്ന് എന്ത് ഫെയർ ആൻഡ് ലവ്ലി ഇടുന്നോ അതിനനുസരിച്ച്, അല്ലെങ്കിൽ പോൺസ് ഇടുന്നെങ്കിൽ അത്, കുട്ടിക്കൂറാണെങ്കിൽ അത്, എന്തായാലും ആയിക്കോട്ടെ. നമുക്ക് നമ്മുടെ എല്ലാ ഇത് മാറും സൗന്ദര്യം. പക്ഷെ പാട്ടുകാരൻ പറഞ്ഞു, 10,000-ങ്ങളിൽ പരമസുന്ദരൻ മണവാളൻ മാത്രം. നമ്മുടെ ദൈവത്തിന്റെ മനോഹരത്വം കാണുമ്പോൾ, when we see the beauty of the Lord, it hasn't changed. ഇല്ലേ? അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. The beauty of the Lord has not changed in a single moment. So David says in Psalms 27, one thing that I desire, ഞാൻ ഒരൊറ്റ കാര്യം ആഗ്രഹിക്കുന്നു, എനിക്ക് എൻ്റെ യഹോവയുടെ മനോഹരത്വം കാണണം. മനോഹരത്വം കാണുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രതികരണം എന്നറിയാമോ? ദൈവഭയം. കർത്താവേ, how beautiful are you, O Lord. അതിൽ നിന്നാണ് ദൈവഭയം ഉണ്ടാകുന്നത്. മൂന്നാമത്തെ വിഷയം, fear comes from the understanding that our God is awesome. Fear comes from the understanding that our God is awesome. നമ്മുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവം, അതിശയകരമായ ദൈവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ഉളവാകുന്നതാണ് ദൈവഭയം. I often think, all of you have seen butterflies, അല്ലേ? നമ്മളെല്ലാം ചിത്രശലഭത്തെ കണ്ടിട്ടുണ്ടല്ലോ, butterflies. You know, just take that one creature and you look at all the variety of colors that you see. നമുക്ക് പറഞ്ഞു തീർക്കാൻ സാധിക്കത്തില്ല അതിൻ്റെ ആ ക്രിയേറ്റിവിറ്റി. ഇനി ഇപ്പോഴും കിടപ്പുണ്ട് സമുദ്രത്തിൽ മനുഷ്യർ കണ്ടുപിടിക്കാത്ത മത്സ്യങ്ങൾ, ജീവികൾ. There are still creatures that all these years, all these equipment, all the scientific and technological advance, there are still creatures that people have not discovered. It's in the ocean. നമ്മളൊക്കെ ആകാശം നോക്കുന്നു, നക്ഷത്രങ്ങൾ കാണുന്നു, പക്ഷെ നമ്മൾ കാണാത്ത എത്രയോ നക്ഷത്രങ്ങൾ. ഇതിൻ്റെ പറയുന്ന താല്പര്യം എന്നറിയാമോ? കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതെല്ലാം ഉളവായി. Right? Lord God just said one word, let there be. അങ്ങനെ ആ 3 വാക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് മലയാളത്തിലുള്ള വാക്ക് പറഞ്ഞപ്പോൾ, നമ്മൾ കാണുന്നതും ഇനിയും കാണാതിരിക്കുന്നതുമായ എത്രയോ കാര്യങ്ങളാണ് ഭൂമിയിൽ നിൽക്കുന്നത്. How awesome is our God. ആ ദൈവത്തിൻ്റെ മാഹാത്മ്യം നമ്മൾ തിരിച്ചറിവുണ്ടാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണ്, പ്രതികരണമാണ് ദൈവഭയം. That's when the fear of God comes. Right? And lastly, the fear which comes from the realization that God has complete authority. ദൈവത്തിന് മാത്രം സർവ്വ അധികാരമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു മനോഭാവമാണ് ദൈവഭയം. Fear that comes from the realization that God has complete authority. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അതൊക്കെയല്ലേ സാക്ഷ്യം. Many times we go through situations in life where things seem impossible, where things like all the doors are closed, even the law and the systems and the politics, all of that stands against you. പക്ഷെ അതിൻ്റെ നടുവിലും നമ്മുടെ ദൈവത്തിനാണ് സർവ്വാധികാരം. In the midst of all that, my God is still sovereign. അത് ബൈബിളിലെ ചരിത്രമാകട്ടെ, ബൈബിളിന് അപ്പുറത്തുള്ള അല്ലെങ്കിൽ വെളിയിലുള്ള ചരിത്രമാകട്ടെ, അധികം കണക്കുകൾ അല്ലെങ്കിൽ അധികം സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ദൈവത്തിൻ്റെ അധികാരത്തിലല്ലാതെ ഒരൊറ്റ കാര്യമില്ല ഭൂമിയിൽ. Not a single thing sits outside the authority of God. Maybe many of you have heard or read the testimonies of George Mueller. Now, there's a time when he was running that orphanage, he had no food, nothing, and he has all these kids sitting there. And it's been a couple of days since they have eaten. That morning, he called all the kids in the orphanage. He said, come, let's pray for our breakfast. And the kids are asking, what breakfast? We haven't had food. They started to pray in the midst of impossibilities. All of a sudden, there's a knock on the door.
And George Miller goes and opens the door, and it was a milkman. The milkman said, I have a bunch of milk in my car. Can I give it to you? And they're wondering what happened. The cart that was carrying the milk broke down right at the entrance of their house. Our God has authority over the milkman too. Our God has the authority of the milk truck too. God knows where to break things down. God knows where to bring things up. God knows which door for it to be stopped. In my own life, I've heard my grandparents' testimonies to that effect. My mom's mom, she came to the faith on her own. My grandfather never really accepted the Lord Jesus Christ. Because my grandmother came to the faith on her own, she struggled a lot. She faced a lot of challenges. And my grandfather, being somewhat of a strict person, he would come home and he told my grandmother, I want you to go and wash all these things. But she didn't have any soap to wash the clothes. And she was afraid to ask for the money to go buy soap. So she went to the stone in the back of the house. She stood there and prayed, Lord, I don't know what to do. I have to wash these clothes, but I don't have the soap. She finished praying. A crow flies by, drops the soap and leaves. That's my own experience. That I've seen something I've heard firsthand. ഒരു പക്ഷെ ചോദിച്ചാൽ നിങ്ങൾക്കൊക്കെ ഒത്തിരി അനുഭവങ്ങൾ കാണും. ഞാൻ പറയട്ടെ, നമ്മുടെ മുൻപാകെ ചില അസാധ്യങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവമാണ് ദേവാദി ദൈവം. നമ്മുടെ ദൈവമാണ് കർത്താദി കർത്താവ്. നമ്മുടെ ദൈവമാണ് വല്ലഭനായ ദൈവം. നമ്മുടെ ദൈവമാണ് ഭയങ്കരനായ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ അധികാരത്തിൽ ഇല്ലാത്ത ഒരൊറ്റ വിഷയമില്ല എന്ന് നമ്മൾ ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം. We must realize there's not a single thing that is not under the authority of the Lord. Whether it be the ravens that feed Elijah, whether it be the wind and the waves that the Lord Jesus calms, whether it's the fish that gather together on one side of the boat, whether it's the water that splits for the Israelites, no matter what you look at in this situation, no matter what your impossibility is, I want to remind you this morning, there is no one like our God. Our God is a God that has great authority, and that is enough for us to have fear in the Lord, and that is what we need to worship the Lord God this morning. We'll come back to that next time. In the book of Revelation, ഈ ഹോളിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സാറാഫുകൾ പാടുന്ന പാട്ടെന്നറിയാമോ? അവൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ഞാനത് വായിച്ചപ്പോൾ ചിന്തിച്ചു, ആരാധനയ്ക്ക് വേറെ ഒന്നും അറിയണ്ട, ആരാധനയ്ക്ക് വേറെ ഒന്നും ചിന്തിക്കണ്ട. നമ്മുടെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആ ഒരൊറ്റ കാര്യം മതി നമ്മുടെ ഇതിൽ ഭയമുണ്ടാകുവാൻ. ആ ഭയം മതി നമ്മുടെ ഉള്ളിൽ നിന്ന് ആരാധന പുറപ്പെടുവിക്കുവാൻ. That fear is all that is needed to bring out worship from us, to realize that our God is holy, holy, holy. As we are in the holy God's presence this morning, shall we pray and prepare our hearts for us to receive from the Lord as we offer unto the Lord as well through our songs and praise.